നമ്മൾ പൊതുവെ മലയാളത്തിൽ ചോദിക്കാറുള്ളതാണ്, നീ എൻ്റെ കൂടെ പോരുമായിരുന്നോ, നീ അവളെ സഹായിക്കുമായിരുന്നോ, നീ അവളെ കല്യാണം കഴിക്കുമായിരുന്നോ, നീ എന്നെ സഹായിക്കുമായിരുന്നോ. ഇതേപോലുള്ള രീതിയിൽ നമ്മൾ പൊതുവെ മലയാളത്തിൽ ചോദിക്കാറുള്ളതാണ്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 60ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്താണോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത് ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ സംസാരിച്ച് പരിശീലിക്കണം. എല്ലാ എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് സംസാരിച്ച് പരിശീലിപ്പിക്കുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വരുന്നത് നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നോളജ് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിപ്പിച്ചെടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വുഡ് ഹാവ് വെച്ചിട്ട് ഒരു കാര്യം പറയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ വുഡ് ഹാവ് വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നീ പഠിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ പഠിക്കുമായിരുന്നോ? വുഡ് യു ഹാവ് സ്റ്റഡീഡ്? നീ പഠിക്കുമായിരുന്നോ? ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യവും വാക്കുകളുടെ ഓർഡറുമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സാഹചര്യം എന്ന് പറയുമ്പോൾ മുമ്പൊരു കാര്യം ചെയ്യുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ചെയ്യുമായിരുന്നോ, ഒരു സാധ്യതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വാക്കുകളുടെ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം വുഡാണ് വരേണ്ടത്. രണ്ടാമതായിട്ട് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, ഇവിടെ എന്നുള്ളത് യു ആണ്, രണ്ടാമത് യു ചേർക്കാം. മൂന്നാമതായിട്ട് ഹാവ് ചേർക്കാം. നാലാമതായിട്ട് സ്റ്റഡി എന്നുള്ള പ്രവൃത്തി ചേർക്കാം. സ്റ്റഡീഡ് എന്നാക്കി കൊടുക്കുക. അത് V3 ആയിരിക്കും നിർബന്ധമായിട്ടും അവിടെ പ്രവൃത്തി വരേണ്ടത്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നീ പോകുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. നീ പോകുമായിരുന്നോ? വുഡ് യു ഹാവ് ഗോൺ? ഗോന്റെ V3 ആണ് ഗോൺ എന്നുള്ളത്. വുഡ് യു ഹാവ് ഗോൺ? നീ പോകുമായിരുന്നോ? നീ സഹായിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. നീ സഹായിക്കുമായിരുന്നോ? വുഡ് യു ഹാവ് ഹെൽപ്ഡ്? നീ സഹായിക്കുമായിരുന്നോ? അവൾ വരുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. അവൾ വരുമായിരുന്നോ? വുഡ് ഷീ ഹാവ് കം? അവൾ വരുമായിരുന്നോ? അവൻ വിളിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. അവൻ വിളിക്കുമായിരുന്നോ? വുഡ് ഹി ഹാവ് കോൾഡ്? അവൻ വിളിക്കുമായിരുന്നോ? നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നമുക്ക് അടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത നോക്കാം. നീ എന്നെ വിളിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ എന്നെ വിളിക്കുമായിരുന്നോ? വുഡ് യു ഹാവ് കോൾഡ് മീ? നീ എന്നെ വിളിക്കുമായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനെ സഹായിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. അവൾ അവനെ സഹായിക്കുമായിരുന്നോ? വുഡ് ഷീ ഹാവ് ഹെൽപ്ഡ് ഹിം? അവൾ അവനെ സഹായിക്കുമായിരുന്നോ? അവർ നമ്മളെ പിന്തുണയ്ക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയാം. വുഡ് ദേ ഹാവ് സപ്പോർട്ടഡ് അസ്? അവർ നമ്മളെ പിന്തുണയ്ക്കുമായിരുന്നോ? നീ അവളെ വിവാഹം കഴിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡ് യു ഹാവ് മാരീഡ് ഹെർ? നീ അവളെ വിവാഹം കഴിക്കുമായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. നീ അത് ചെയ്യുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ അത് ചെയ്യുമായിരുന്നോ? ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, നീ അത് ചെയ്യുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു ഹാവ് ഡൺ ഇറ്റ്? ഡൂവിൻ്റെ V3 ആണ് ഡൺ എന്നുള്ളത്. വുഡ് യു ഹാവ് ഡൺ ഇറ്റ്? നീ അത് ചെയ്യുമായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൻ കൃത്യസമയത്ത് ഇവിടെ വരുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. കൃത്യസമയം എന്ന് പറയുന്നത് ഓൺ ടൈം എന്ന് പറയാം. വുഡ് ഹി ഹാവ് കം ഹിയർ ഓൺ ടൈം?
അവൻ കൃത്യസമയത്ത് ഇവിടെ വരുമായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം. അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നോ? വുഡ് ഷീ ഹാവ് കം വിത്ത് അസ്? അവൾ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. നീ എൻ്റെ ലഗേജ് എടുക്കുമായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം. എടുക്കുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്, എടുത്ത് കഴിഞ്ഞല്ല, അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. വുഡ് യു ഹാവ് ടേക്കൺ മൈ ലഗേജ്? നീ എൻ്റെ ലഗേജ് എടുക്കുമായിരുന്നോ? നമ്മളിപ്പോൾ നോക്കിയത് വുഡ് ഹാവ് മാത്രം വെച്ചിട്ടുള്ള ചോദ്യ രീതികളാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. നീ എന്ത് ചെയ്യുമായിരുന്നു എന്നങ്ങനെ ചോദിക്കാം. എന്ത് എന്നുള്ളത് വാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വാട്ട് വുഡ് യു ഹാവ് ഡൺ? നീ എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത ഉദാഹരണം നോക്കാം. നീ എവിടെ പോകുമായിരുന്നു എന്നങ്ങനെ ചോദിക്കാം. എവിടെ എന്നുള്ളത് വേർ എന്നുള്ളതാണ്. വേർ എന്നുള്ളത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക. വേർ വുഡ് യു ഹാവ് ഗോൺ? ഗോൻ്റെ V3 ആണ് ഗോൺ എന്നുള്ളത്. വേർ വുഡ് യു ഹാവ് ഗോൺ? നീ എവിടെ പോകുമായിരുന്നു? അടുത്ത ഉദാഹരണം നോക്കാം. നീ എങ്ങനെ ഒരു ഡോക്ടർ ആകുമായിരുന്നു എന്നങ്ങനെ ചോദിക്കാം. നീ എങ്ങനെ ഒരു ഡോക്ടർ ആകുമായിരുന്നു? എങ്ങനെ എന്നുള്ളത് ഹൗ എന്നുള്ളതാണ്. ഹൗ വുഡ് യു ഹാവ് ബീൻ എ ഡോക്ടർ? നീ എങ്ങനെ ഒരു ഡോക്ടർ ആകുമായിരുന്നു? ബീൻ്റെ V3 ആണ് ബീൻ എന്നുള്ളത്. ആവുക എന്നാണ് ബി എന്ന അർത്ഥം വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ എങ്ങനെ ഒരു അധ്യാപകനാകുമായിരുന്നു എന്നങ്ങനെ ചോദിക്കാം. നിങ്ങൾ എന്നതിന് യു തന്നെ, നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥം വരും. ഹൗ വുഡ് യു ഹാവ് ബീൻ എ ടീച്ചർ? നിങ്ങൾ എങ്ങനെ ഒരു അധ്യാപകനാകുമായിരുന്നു? ഏതൊരു സാഹചര്യത്തിലും രണ്ടീത രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. പഠിക്കുമായിരുന്നോ എന്നും ചോദിക്കാം, അതുപോലെ തന്നെ പഠിക്കുമായിരുന്നില്ലേ എന്നും ചോദിക്കാം. പഠിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? വുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. വുഡ് നോട്ട് യു ഹാവ് സ്റ്റഡീഡ്? നീ പഠിക്കുമായിരുന്നില്ലേ? വുഡ് നോട്ടിനാന്ന് പറയുന്നത് ഷോർട്ടാക്കിയിട്ടും പറയാൻ പറ്റുന്നതാണ്. വുഡിൻഡ് യു ഹാവ് സ്റ്റഡീഡ്? നീ പഠിക്കുമായിരുന്നില്ലേ? നമുക്കിതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. നീ വിളിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വുഡിൻഡ് യു ഹാവ് കോൾഡ്? നീ വിളിക്കുമായിരുന്നില്ലേ? അവൾ സഹായിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവൾ സഹായിക്കുമായിരുന്നില്ലേ? വുഡിൻഡ് ഷീ ഹാവ് ഹെൽപ്ഡ്? അവൾ സഹായിക്കുമായിരുന്നില്ലേ? അവൻ എടുക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവൻ എടുക്കുമായിരുന്നില്ലേ? വുഡിൻഡ് ഹി ഹാവ് ടേക്കൺ? ടേക്കിൻ്റെ V3 ആണ് ടേക്കൺ എന്ന് പറയുന്നത്. വുഡിൻഡ് ഹി ഹാവ് ടേക്കൺ? അവൻ എടുക്കുമായിരുന്നില്ലേ? അവൾ വരുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവൾ വരുമായിരുന്നില്ലേ? വുഡിൻഡ് ഷീ ഹാവ് കം? അവൾ വരുമായിരുന്നില്ലേ? നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നമുക്ക് അടുത്തത് വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത നോക്കാം. നീ ഞങ്ങളോടൊപ്പം കളിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വുഡിൻഡ് യു ഹാവ് പ്ലേഡ് വിത്ത് അസ്? നീ ഞങ്ങളോടൊപ്പം കളിക്കുമായിരുന്നില്ലേ? അവൾ അവനെ പഠിപ്പിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. പഠിപ്പിക്കുക എന്നുള്ളത് ടീച്ച് എന്നുള്ളതാണ്. അതിൻ്റെ V2 V3 വരുന്നത് ടോട്ട് എന്നുള്ളതാണ്. വുഡിൻഡ് ഷീ ഹാവ് ടോട്ട് ഹിം? അവൾ അവനെ പഠിപ്പിക്കുമായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. അവൻ ഇംഗ്ലീഷ് പഠിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവൻ ഇംഗ്ലീഷ് പഠിക്കുമായിരുന്നില്ലേ? വുഡിൻഡ് ഹി ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് പഠിക്കുമായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. അവർ അവിടെ പോകുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവർ അവിടെ പോകുമായിരുന്നില്ലേ? വുഡിൻഡ് ദേ ഹാവ് ഗോൺ ദേർ? അവർ അവിടെ പോകുമായിരുന്നില്ലേ? അവൻ ഈ ഭക്ഷണം കഴിക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. കഴിക്കുക എന്നുള്ളത് ഈറ്റ് എന്നാണ്. അതിൻ്റെ V3 വരുന്നത് ഈറ്റേൺ എന്നുള്ളതാണ്. വുഡിൻഡ് ഹി ഹാവ് ഈറ്റേൺ ദിസ് ഫുഡ്? അവൻ ഈ ഭക്ഷണം കഴിക്കുമായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. നീ അത് വാങ്ങുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വാങ്ങുക എന്നുള്ളത് ബൈ എന്നുള്ളതാണ്. അതിൻ്റെ V2 V3 വരുന്നത് ബോട്ട് എന്നാണ്. വുഡിൻഡ് യു ഹാവ് ബോട്ട് ഇറ്റ്? നീ അത് വാങ്ങുമായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. അവൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കുമായിരുന്നില്ലേ? വുഡിൻഡ് ഷീ ഹാവ് കംപ്ലീറ്റഡ് ദിസ് പ്രൊജക്റ്റ്? അവൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കുമായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. നീ അത് കൃത്യസമയത്ത് ചെയ്യുമായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വുഡിൻഡ് യു ഹാവ് ഡൺ ഇറ്റ് ഓൺ ടൈം? നീ അത് കൃത്യസമയത്ത് ചെയ്യുമായിരുന്നില്ലേ?
നിങ്ങൾ ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞ കാര്യമല്ല, ചെയ്യുമായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു വുഡ് ഹാവ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കാര്യം പറയുക എന്നുള്ളതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പഠിച്ച്, അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം എന്നുള്ളത് നമുക്കടുത്ത് നോക്കാം. നീ പോകുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ പോകുമായിരുന്നോ? വുഡ് യു ഹാവ് ഗോൺ? നീ പോകുമായിരുന്നോ? അടുത്ത രൂപത്തിലുള്ള ചോദ്യം നോക്കാം. നീ പോകുമായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡിൻറ്റ് യു ഹാവ് ഗോൺ? നീ പോകുമായിരുന്നില്ലേ? അപ്പോൾ അതിനുള്ള മറുപടി പറയാണ് ഞാൻ പോകുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഞാൻ പോകുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോൺ. ഞാൻ പോകുമായിരുന്നു. അപ്പം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മറുപടി പറയാണ് ഞാൻ പോകുമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ വുഡിൻറ്റ് ഹാവ് ഗോൺ. ഞാൻ പോകുമായിരുന്നില്ല. ഇതുപോലുള്ള 4 രീതിയിലുള്ള ഒരു ഉദാഹരണം കൂടി നോക്കാം. അവൾ ചെയ്യുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. അവൾ ചെയ്യുമായിരുന്നോ? വുഡ് ഷീ ഹാവ് ഡൺ? അവൾ ചെയ്യുമായിരുന്നോ? ഇപ്പൊ രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം ചോദിക്കാണ്. അവൾ ചെയ്യുമായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വുഡിൻറ്റ് ഷീ ഹാവ് ഡൺ? അവൾ ചെയ്യുമായിരുന്നില്ലേ? അപ്പം മറുപടി പറയാണ് അവൾ ചെയ്യുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ വുഡ് ഹാവ് ഡൺ? അവൾ ചെയ്യുമായിരുന്നു. അപ്പൊ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ മറുപടി പറയാണ് അവൾ ചെയ്യുമായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ വുഡിൻറ്റ് ഹാവ് ഡൺ? അവൾ ചെയ്യുമായിരുന്നില്ല. ഈ 4 രീതികൾ ഒരു കോഡ് രൂപത്തിലുള്ള കാര്യം പോലെയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വുഡ് ഹാവിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പല വാക്കുകൾ വെച്ചിട്ട് പുതിയ പല വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്താണോ പഠിച്ചത് ആ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നിങ്ങളോട് മറന്നു പോകും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.